വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചതിന് നിലമ്പൂർ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ്. സംസ്ഥാനത്തെ മികവ് തെളിയിച്ച 12 മുനിസിപ്പാലിറ്റികളിലാണ് നിലമ്പൂർ നഗരസഭ ഉൾപ്പെട്ടത്. 76 മുനിസിപ്പാലിറ്റികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 209 സംരംഭകരെയാണ് മുനിസിപ്പാലിറ്റി കണ്ടെത്തേണ്ടിയിരുന്നത്. ഈ 209 സംരംഭകരെ കണ്ടെത്തുകയും ഏകദേശം 100-ൽ പരം ആളുകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് അതിനുവേണ്ട സൗകര്യങ്ങൾ, അതായത് ലൈസൻസ്, അതുപോലുള്ള കാര്യങ്ങൾ ഏകദേശം 64ഓളം സംരംഭകർക്ക് നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാനും അതുവഴി ഈ നാട്ടിൽ നിലമ്പൂരിൽ സംരംഭകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കഴിയും. അതുമാത്രമല്ല, ഈ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച്, നമുക്കറിയാം, നമ്മുടെ യുനെസ്കോ ലേണിംഗ് സിറ്റി പാട്ടുത്സവത്തോടനുബന്ധിച്ച് ജില്ലാ കുടുംബശ്രീയുമായി ഒത്തുചേർന്ന് ഒരു വിപണന മേള തന്നെ നമുക്ക് നടത്താൻ സാധിക്കുകയുണ്ട്. അങ്ങനെ കേരളത്തിലെ മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും വിഭിന്നമായി സംരംഭകരെ ഉണർത്താൻ വേണ്ടി, അല്ലെങ്കിൽ സംരംഭകരെ വളർത്താൻ വേണ്ടി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുനിസിപ്പാലിറ്റി ഈ ഒരു വർഷം കാഴ്ചവെച്ചത്. കേരളത്തിലെ മികച്ച സംരംഭങ്ങൾക്ക് അംഗീകാരം നൽകുന്ന MSME അവാർഡ് നൽകുന്നതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവാർഡ് പ്രഖ്യാപിക്കുകയായിരുന്നു. സംരംഭക വർഷത്തിലെ പ്രവർത്തനത്തിനും മികവിനും സംരംഭക അന്തരീക്ഷ വളർത്തുന്നതിലെ പ്രവർത്തനവും കണക്കിലെടുത്താണ് നിലമ്പൂരിന് അവാർഡ്. പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ സമിതികളാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. സംരംഭക വർഷം 2022-23 പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ തലത്തിൽ രൂപീകരിച്ച സംരംഭങ്ങളുടെ എണ്ണം, സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ, ഇവയുടെ ആകെ നിക്ഷേപം, മറ്റു സ്കീമുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള സ്കോറിംഗ് മാനദണ്ഡം ഉപയോഗിച്ചാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തത്. 2,50,000 രൂപയാണ് സമ്മാനം. ഈ തുക പ്രദേശത്തെ സംരംഭക വികസന പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കാം. 2022-23 വർഷത്തിൽ 209 പുതിയ സംരംഭകരെ കണ്ടെത്തുകയും ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. പുതിയ സംരംഭകർക്ക് പെട്ടെന്ന് ലൈസൻസ് ലഭ്യമാക്കി. വിവിധ ബാങ്കുകളുമായി ചേർന്ന് വായ്പ സാധ്യമാക്കി. സംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകാനും പദ്ധതികളിൽ പരിശീലനം നൽകാനും പ്രത്യേക പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും ഫണ്ട് വകയിരുത്തുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം സംരംഭകരെ അറിയിക്കാനും ലഭ്യമാക്കാനും മുനിസിപ്പാലിറ്റി ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. കുടുംബശ്രീയുടെ സഹകരണത്തോടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണനമേള സംഘടിപ്പിച്ചതായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ എന്നിവർ പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.